CMRL കേസിൽ വീണ ടിക്കെതിരായ ED ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താനോ തന്റെ കുടുംബമോ ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല. അന്നും ഇന്നും തന്റെ കൈകൾ ശുദ്ധമെന്നും പിണറായി പറഞ്ഞു. മലയാള മനോരമയ്ക്കും ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിനുമെതിരെ പിണറായി വിജയൻ പേരെടുത്തു പറഞ്ഞ് വിമർശനമുയർത്തി. തനിക്കെതിരെയാണെങ്കിൽ എന്തും എഴുതാമെന്നാണോ എന്ന് മാമൻ മാത്യുവിനോട് പിണറായി ചോദിച്ചു. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? എടോ ഗോപാലകൃഷ്ണ എന്ന് തുടങ്ങുന്ന മാതൃഭൂമി പത്രാധിപർക്കെതിരായ പ്രസംഗത്തിന് ശേഷം മറ്റൊരു പത്രാധിപർക്കെതിരെ പിണറായി വിജയൻ കർക്കശ ഭാഷയിൽ രംഗത്തെത്തി. എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണ പണം മറിച്ചെന്ന വാർത്ത ഉയർത്തി പിണറായി മലയാള മനോരമ പത്രാധിപർക്കെതിരെ ആഞ്ഞടിച്ചു. മനോരമ പത്രാധിപർ മാമൻ മാത്യുവിന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം. തനിക്കെതിരെയാണെങ്കിൽ എന്തും എഴുതാമെന്നാണോ എന്ന് മാമൻ മാത്യുവിനോട് പിണറായി ചോദിച്ചു. പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അത് അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഈ കൈകൾ ശുദ്ധമെന്ന നിയമസഭാ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് മനോരമയ്ക്ക് പിണറായി മറുപടി നൽകി. ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. വിദേശത്തേക്ക് പണം കടത്തി എന്നതടക്കം ED ഉയർത്തിയ ആരോപണങ്ങൾ പിണറായി തള്ളി. ED വിചിത്രമായ നടപടികൾ തുടരുന്നത് വീണ തന്റെ മകളായതുകൊണ്ടാണ്. പക്ഷേ ഏതന്വേഷണത്തോടും സഹകരിക്കും. പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം. ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുണ്ട്. ചില ആളുകൾ ദീർഘകാലമായി തനിക്കെതിരെ കൂടിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റുമെന്ന് പരിശ്രമിക്കുന്നുമുണ്ട്. സാധാരണ കേസുകളിൽ ED വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ടോ എന്നും പിണറായി ചോദിച്ചു. നമ്മുടെയൊക്കെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിച്ച് ഇടഞ്ഞു നിൽക്കുന്ന CPIയോടും തെല്ലും അനുഭാവമില്ലാത്ത മറുപടിയാണ് പിണറായി നൽകിയത്. LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാണ്. AN ഷംസീറിന് ലീഗ് മനസ്സാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി തള്ളിപ്പറഞ്ഞു. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPMലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച ഗവർണർക്കെതിരെ പ്രതികരിക്കാത്തതിനും ഓണവിപണിയിൽ ഫലപ്രദമായി ഇടപെടാത്തതിനും സർക്കാരിനെ നിശിതമായ ഭാഷയിൽ പിണറായി വിമർശിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.